ചരിത്രമുറങ്ങുന്ന ബേപ്പൂരിന്റെ കടൽത്തീരത്ത് പറന്നുയർന്നത് നൂറുകണക്കിന് പട്ടങ്ങളാണ്. വൺ ഇന്ത്യ കൈറ്റ് ടീമാണ് പ്രദർശനത്തിന് നേതൃത്വം നൽകിയത്. വൺ ഇന്ത്യ കൈറ്റ് ടീം എന്ന് പറഞ്ഞാൽ ഇതിന് മദർ പ്ലേസ് കോഴിക്കോടാണ്. ഈ ഗുജറാത്തിൽ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലെ എല്ലാ മിക്ക സ്ഥലങ്ങളിലും ഞങ്ങൾ തന്നെയാണ് പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിൽ ഞാൻ കേരളത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തന്നെയാണ് പേരെടുക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ അതർ കൺട്രിയിലേക്ക് പോകുകയാണെങ്കിൽ വൺ ഇന്ത്യ കൈറ്റ് ടീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലായിടത്തും ഫേമസ് ആണ്. ഞങ്ങൾക്ക് അത്തരം ടീം മെമ്പേഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് അത്തരം കൈറ്റ്സ് ഉണ്ട്. കടുവയും ഫ്രഞ്ച് ചന്ദ്രദേവതയും പക്ഷികളുമെല്ലാം ആകാശത്ത് വർണ്ണവിസ്മയം തീർത്തു. It's a good experience. It's my third time to representing Odisha in Bepur Kite Run. It's a good experience for me. It's an amazing experience here. ആഭ്യന്തര സഞ്ചാരികൾ മാത്രമല്ല, വിദേശ വിനോദസഞ്ചാരികളും ഉരുവിന്റെ നാട്ടിലേക്ക് ഒഴുകിയെത്തി. Kerala with good. Kerala Kite Festival area. Perfect. Good. ലോകം വിവിധ കാരണങ്ങളാൽ വിഭജിക്കപ്പെടുന്ന കാലത്ത് സാർവദേശീയതയുടെ മഹത്തായ ആശയങ്ങളും പട്ടങ്ങളായി ഉയർന്നു. It's the first time I've been to this beach and it seems like a really good beach for kite flying. The wind is great. This kite up here, it's a cathedral window and its meaning is global sky. So everyone flying anywhere in the world is sharing the same sky. So we should look after it. വർണ്ണപ്പട്ടങ്ങൾ മാത്രമല്ല, പാരാഗ്ലൈഡിങ്ങും തുഴച്ചിൽ മത്സരങ്ങളും ജലമേളയുടെ മാറ്റുകൂട്ടുന്നുണ്ട്. നാട്ടുകാരും വലിയ ആവേശത്തിലാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ചെറിയ ചെറിയ പട്ടങ്ങളെ കാണുക. ഇപ്പോൾ ചെറിയ ചെറിയ 30 രൂപ 50 രൂപ അങ്ങനത്തെ പട്ടങ്ങൾ കാണാം. ഇവിടെ ഇപ്പോൾ വലിയ പട്ടങ്ങൾ ഇപ്പോൾ നമുക്ക് വാട്ടർ ബസ്സിലൂടെ കാണാൻ പറ്റുക. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള എക്സ്പീരിയൻസ്. ഞങ്ങളിപ്പോൾ കണ്ടതൊക്കെ കഴിഞ്ഞ കൊല്ലം വന്നവരോടൊക്കെ നമ്മൾ സംസാരിച്ചിരിക്കണേ. അപ്പോൾ ആദ്യം വന്നത് ചെറിയ ചെറിയ പട്ടങ്ങൾ, ഇപ്പോൾ അടിപൊളി പട്ടങ്ങൾ വന്നിരിക്കണ്. അപ്പോൾ എല്ലാ വാട്ടർ ഫെസ്റ്റും നമുക്ക് ഒരു ആഘോഷം പോലെയാണ്. ആവേശക്കാഴ്ചകളും സന്തോഷവും പങ്കുവയ്ക്കാനായി ബേപ്പൂരിന്റെ കടലും കരയും പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെ എത്തുന്ന അതിഥികളെ സ്നേഹത്തോടുകൂടി ആനയിച്ച് സ്വീകരിക്കാനായി ബേപ്പൂർകാരും തയ്യാറാണ്. ബേപ്പൂരിൽ നിന്നും ജോം ടി കെക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.